ഹായ്, വെൽക്കം ടു മാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 3യിലുള്ള 3 ചാപ്റ്റേഴ്സാണ്. ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെയാണ് ലീഡിനെ കസ്റ്റമറാക്കി മാറ്റാം, കസ്റ്റമർ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ബ്ലോക്കിൽ പഠിച്ചത്. ഈ ബ്ലോക്കിൽ നോക്കുന്നത് എങ്ങനെ സെയിൽസ് നടത്താം എന്നുള്ളതാണ്. സെയിൽസ് പ്രോസസ്സ് എന്താണെന്നാണ് ഈ ബ്ലോക്കിൽ പറയുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ സെയിൽസ് പ്രോസസ്സ്? സെയിൽസ് പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡാണ് ദാറ്റ് സെയിൽസ് പേഴ്സൺ ഫോളോ ദ കൺവേർട്ട് എ പ്രോസ്പെക്റ്റ് ഇൻ ടു കസ്റ്റമർ. പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങാൻ സാധ്യതയുള്ള കസ്റ്റമർ, അവരൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. സാധ്യതയുണ്ട്, ഈ വ്യക്തി സാധനം വാങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റോ നീഡോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പ്രോസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസ്പെക്റ്റിന് നമ്മൾ കസ്റ്റമറാക്കി മാറ്റുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിനെയാണ് സെയിൽസ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റാർട്ട്സ് ബിഫോർ ദ ഫസ്റ്റ് കസ്റ്റമർ കോൺടാക്ട്. ഇത് ഫസ്റ്റ് കസ്റ്റമർ കോൺടാക്ട് ചെയ്യുന്ന മുമ്പ് തന്നെ എന്തെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ലോങ് ടേം കസ്റ്റമർ റിലേഷൻഷിപ്പ്. കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് മെത്തേഡ്, മൂവ് ദ ഡീൽ ത്രൂ ദ സെയിൽ പൈപ്പ്ലൈൻ, ഹെൽപ്പ് ഐഡൻറ്റിഫൈ എഫേർട്ട് നീഡഡ് ആൻഡ് എക്സ്പേർട്ട് ഏർണിങ്സ്. ബെനിഫിറ്റ് ഓഫ് സെയിൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? ബിൽഡ് ഡീപ്പർ കസ്റ്റമർ റിലേഷൻഷിപ്പ്. അത് ഒരു ഡീപ്പ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. ജനറേറ്റ് മോർ ക്വാളിഫൈഡ് ലീഡ്സ്, ഇംപ്ലിമെൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എഫക്റ്റീവ്ലി, റിഡ്യൂസ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. നമ്മൾ കസ്റ്റമറെ തിരഞ്ഞെടുക്കുന്നതിന് ഉണ്ടാകുന്ന അക്വിസിഷൻ കോസ്റ്റ് കുറക്കാൻ സാധിക്കുന്നു. സ്പീഡപ്പ് സെയിൽ പ്രോസസ്സ്, സോൾവ് ഡീൽ ബ്ലോക്കേജ് ഈസിലി, ഇംപ്രൂവ് സെയിൽ ഫോർകാസ്റ്റിംഗ് ആക്യുറസി. സ്റ്റെപ്സ് ഇൻ സെയിൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? പ്രോസ്പെക്റ്റ് ആൻഡ് ക്വാളിഫൈങ്. നമ്മൾ പൊട്ടൻഷ്യൽ ബയറിന്, അഥവാ നമ്മൾ ബയർ ആവാൻ സാധ്യതയുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ച വ്യക്തികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ബയർ അഥവാ പ്രോസ്പെക്ട്സ് ഫ്രം എ പൂൾ ഓഫ് ലീഡ്സ്. ഒരുപാട് ലീഡ് വന്നതിൽ നിന്ന് നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് കാണിച്ച ആൾക്കാരെ, നമുക്ക് ബയറായി കിട്ടുമെന്ന് ഉറപ്പുള്ള പ്രോസ്പെക്ട്സിനെ നമ്മൾ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ലീഡും പ്രോസ്പെക്ട്സും ഈക്വൽ അല്ല. ലീഡ് എന്ന് പറഞ്ഞാൽ a lead become a prospects when they have need, authority, ability and eligibility to buy. ഒരു ലീഡ് പ്രോസ്പെക്റ്റായി മാറുന്നത് അവർക്ക് നീഡോ അതോറിറ്റിയോ എബിലിറ്റി ആൻഡ് എലിജിബിലിറ്റി ടു ബൈ ഉണ്ടാകുമ്പോഴാണ് അതിനെ പ്രോസ്പെക്റ്റായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? നോൺ പ്രോസ്പെക്ട്സിനൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കാം. ഓൾവേസ് സെൽ ടു ദ റൈറ്റ് കസ്റ്റമർ ഹൂ നീഡ് ദ പ്രൊഡക്റ്റ്. സ്റ്റെപ്സ് ഇൻ പ്രോസ്പെക്റ്റിംഗ് എന്തൊക്കെയാണ്? ഡിഫൈൻ യുവർ ഐഡിയൽ കസ്റ്റമർ, കളക്ട് ഇൻഫർമേഷൻ, അവരുടെ ഇൻഫർമേഷൻ നമ്മൾ എടുക്കുക. റിമൂവ് അൺപ്രോഫിറ്റബിൾ ലീഡ്സ്. നമ്മൾ അൺപ്രോഫിറ്റബിൾ ആയിട്ടുള്ള ലീഡ്സിനൊക്കെ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. സാധ്യതയില്ലാത്ത കസ്റ്റമറായി വരാൻ സാധ്യതയില്ലാത്ത ലീഡുകൾ എന്ത് ചെയ്യുക? നമ്മൾ റിമൂവ് ചെയ്യുക. മാച്ച് പ്രൊഡക്റ്റ് ബെനിഫിറ്റ്സ് ടു നീഡ്. ഇനി പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ് എന്തൊക്കെയാണ്? സെൻറ്റർ ഓഫ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ജോയിൻ ക്ലബ്ബ് ആൻഡ് നെറ്റ്വർക്സിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ലീഡിനൊക്കെ കസ്റ്റമറാക്കി, നമ്മൾ പ്രോസ്പെക്ട്സിനൊക്കെ കസ്റ്റമറാക്കിയിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് കസ്റ്റമറാക്കി മാറ്റിയെടുക്കാം. സ്പോട്ടേഴ്സ് യൂസ് കോൺടാക്ട്സിലേക്ക് ക്യാബ് ഡ്രൈവേഴ്സ് ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ, അവരൊക്കെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമറെ സ്പോട്ട് ചെയ്യുക. ഒബ്സർവേഷൻ, റീഡ് ന്യൂസ് പേപ്പർ, ഒബ്സർവ് സറൗണ്ടിങ്സ്. നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചുകൊണ്ട് നമ്മൾ സറൗണ്ടിങ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റമറെ നമ്മൾ കണ്ടെത്തുക. അഡ്വർടൈസ് ചെയ്യുക, കോൾഡ് ക്യാൻവാസിങ് ചെയ്യുക, ഡോർ ടു ഡോർ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക, എൻലെസ് ചെയിന്, റെഫറൽസ് യൂസ് ചെയ്യുക, കമ്പനി റെക്കോർഡ് യൂസ് ചെയ്തിട്ട് നമ്മളെ കസ്റ്റമറിൻ്റെ ഡാറ്റ എടുത്തിട്ട് അവരെ നമ്മൾ കോൺടാക്ട് ചെയ്യുക. റീറ്റെയിലേഴ്സ്, ഗെറ്റ് കസ്റ്റമർ ഇൻഫോ ഫ്രം ദ റീറ്റെയിലേഴ്സ് നമ്മൾ കസ്റ്റമറിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കുക. മിസ്ലേനിയസ് ട്രേഡ് ഫെയർ, എക്സിബിഷൻ, സോഷ്യൽ പാർട്ടീസ്, ഇതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രോസ്പെക്ട്സിനെ അല്ലെങ്കിൽ കസ്റ്റമറെ കണ്ടെത്തുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ദ സെയിൽസ് കോൾ, പ്രീ അപ്രോച്ചാണ്. ഗ്യാദർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രോസ്പെക്ട്സ്. നമ്മൾ പ്രോസ്പെക്ട്സിൻ്റെ എല്ലാ ഇൻഫർമേഷൻസും എടുത്തുകൊണ്ട് പ്രിപ്പയർ എ പേഴ്സണലൈസ്ഡ് സെയിൽ അപ്രോച്ച്. ഒരു പേഴ്സണലൈസ്ഡ് സെയിൽ അപ്രോച്ച് നമ്മൾ നടത്തുക. അതിൽ വരുന്നത് ബയറിൻ്റെ നീഡ്, പ്രിഫറൻസ്, ബിഹേവിയറൊക്കെ മനസ്സിലാക്കുക. പ്രൊഫഷണൽ പേഴ്സൺ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ ബൈയിങ് അതോറിറ്റി ആൻഡ് ബിഹേവിയർ, ബയറിനെ കുറിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ആവശ്യമെങ്കിൽ ഗിഫ്റ്റൊക്കെ യൂസ് ചെയ്യുക. പെന്നോ ഡയറിയോ ഒക്കെ കൊടുത്തിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക. അതുപോലെ പ്ലാൻ സെയിൽ റൂട്ട് എഫിഷ്യൻ്റ്ലി.
ഇത്രയാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത്. തേർഡ്, അപ്രോച്ചിങ് ദ പ്രോസ്പെക്ട്സ്. ഫസ്റ്റ് ഫേസ് ടു ഫേസ് കോൺടാക്ട് വിത്ത് കസ്റ്റമറായിട്ടുള്ള ഫേസ് ടു ഫേസ് കോൺടാക്റ്റാണ് ഇവിടെ നടക്കുന്നത്. അതിനകത്ത് വരുന്നത് സെയിൽസ് പേഴ്സൺ എന്തായിരിക്കണം, ബി പൊളൈറ്റ് ആൻഡ് പ്രൊഫഷണൽ ആയിരിക്കണം, മീറ്റ് കൺവീനിയൻറ്റ് അവേഴ്സ്, നോട്ട് ഏർലി മോർണിംഗ് ഓർ ലേറ്റ് നൈറ്റ്. ഏർലി മോർണിംഗിനും അതുപോലെ ലേറ്റ് നൈറ്റിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കസ്റ്റമറെ പോയി കാണാൻ പാടില്ല. അവോയ്ഡ് സർപ്രൈസ് വിസിറ്റ്, നമ്മൾ നേരത്തെ പറയാതെ ഒന്നും പോവാതിരിക്കുക. ഗെയിൻ അറ്റൻഷൻ വിത്ത് വാല്യൂ എക്സ്പ്ലനേഷൻ, നല്ലൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് അയാളുടെ അറ്റൻഷൻ നമ്മൾ നേടിയെടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി മേക്കിംഗ് ദ സെയിൽ പ്രസൻറ്റേഷൻ, ഡെമോൺസ്ട്രേറ്റ് പ്രൊഡക്റ്റ് ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ്, നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ നൽകുക. അതിനകത്ത് അലോ ദ കസ്റ്റമർ ടു ഹാൻഡിൽ ഓർ ടെസ്റ്റ് ദ പ്രൊഡക്റ്റ്, അയാൾ കസ്റ്റമർ അതിന് ആ പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്നതിന് ടെസ്റ്റ് ചെയ്യുന്നതിനോട് അനുവദിക്കുക. യൂസ് വിഷ്വൽ ഓർ ഓഡിയോ ടൂൾസ് ഫോർ ദ സെൻസ്. അവോയ്ഡ് കമ്പയറിങ് വിത്ത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് കമ്പാരിസൺ നടത്തുന്നത് ഒഴിവാക്കുക. ഫോക്കസ് ഓൺ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് ആൻഡ് അപ്പീൽ. ഡീൽ വിത്ത് ഒബ്ജെക്ഷൻസ്, എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബയറിൽ നിന്ന് ഡൗട്ട് വരുമോ അല്ലെങ്കിൽ കൺസേൺസ് ആഫ്റ്റർ പ്രസൻറ്റേഷൻ, നമ്മൾ പ്രസൻറ്റേഷൻ നടത്തിയ ശേഷം അവർക്ക് എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എഫക്റ്റീവായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യാം. വൈ ഒബ്ജെക്ഷൻസ് ഹാപ്പൻസ്, നീഡ് മോർ ക്ലാരിറ്റി ഓർ അഷുറൻസ്, ഇപ്പോൾ കൂടുതൽ ക്ലാരിറ്റിയോ അഷുറൻസോ അവർക്ക് ആവശ്യമായി വരുമ്പോഴാണ് ഒബ്ജെക്ഷൻസ് ഉണ്ടാകുക. ഹെസിറ്റേഷൻ ബിഫോർ ബൈയിങ്. ഒബ്ജെക്ഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക്ക് എന്തൊക്കെയാണ്? ഇൻഡയറക്റ്റ് ഡിനയൽ, യെസ് എന്ന് നമ്മൾ അതേന്ന് പറഞ്ഞിട്ട് പിന്നെ ബട്ട് എഗ്രി ഫസ്റ്റ് ദെൻ എക്സ്പ്ലെയിൻ, നമ്മൾ ആദ്യം അത് എഗ്രി ചെയ്യുക, പറയുന്ന കാര്യം അവർ ഒബ്ജെക്ഷൻ, പിന്നീട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാം. കൗണ്ടർ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റ് എ ഫ്ലോ വിത്ത് അഡ്വാൻറ്റേജ്. ഡിനയൽ, പൊളൈറ്റ്ലി ഡിനൈ ഫോൾസ് ഒബ്ജെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, വളരെ പൊളൈറ്റ്ലി അതിനെ ഡിനൈ ചെയ്യുക. ക്വസ്റ്റ്യൻ മെത്തേഡ്, ക്ലാരിഫൈ ഒബ്ജെക്ഷൻ ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ്, നമ്മൾ കസ്റ്റമറിനോട് ബയറിനോട് ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ആ ഒബ്ജെക്ഷൻസ് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. ബൂമറാങ്ക്, ടേൺ ഒബ്ജെക്ഷൻ ഇൻ ടു റീസൺ ടു ബൈ. ഫെയിലിയർ ടു ഹിയർ, ഇഗ്നോർ പെറ്റി ഒബ്ജെക്ഷൻ ഇൻറ്റൻഷനലി. ഇതിന് റൂൾസ് വരുന്നത്, നമ്മൾ സെയിൽസ് പേഴ്സൺ സ്റ്റേ കാമായിട്ടിരിക്കണം, ആർഗ്യൂ ചെയ്യാൻ പാടില്ല, കസ്റ്റമർ എന്താണോ പറയുന്നത് കെയർഫുള്ളായിട്ട് കേട്ടിട്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാം. ആൻസേഴ്സ് ഷോർട്ട് ആൻഡ് റെലവൻ്റ് ആയിരിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലോസിങ് ദ സെയിൽ. കൺവിൻസിങ് ദ കസ്റ്റമർ ടു മേക്ക് പർച്ചേസ്, നമ്മൾ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യുന്ന ഈ സ്റ്റേജിൽ കസ്റ്റമറിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുകയാണ്. അതിനകത്ത് വരുന്ന അസ്യൂം ദ സെയിൽ, ഓഫർ ഡിസ്കൗണ്ട് ഓർ ഗിഫ്റ്റ്, ആവശ്യമാണെങ്കിൽ ഡിസ്കൗണ്ട്സോ ഗിഫ്റ്റോ ഫ്രീ ഗിഫ്റ്റ്സ് നൽകുക. അതുപോലെ മുമ്പുള്ള ഷെയർ സക്സസ് സ്റ്റോറീസ് ഓർ ഫിയർ ഓഫ് ലോസ്. അതുപോലെ യൂസ് ഇൻഡയറക്റ്റ് ട്രയൽ ക്ലോസ്, ലൈക്ക് നമ്മൾ സെയിൽസ് നടക്കാൻ പോകുന്നു, അവരെ പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഏത് കളറാണ് വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം, ക്യാഷ് ആണോ കാർഡാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത്, എപ്പോഴാണ് ഡെലിവറി വേണ്ടത് എന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുക. ഇഫ് സെയിൽ നമ്മൾ സെയിൽ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 ട്രയലങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. പ്രൊവൈഡ് മോർ ഇൻഫർമേഷൻ, കുറച്ചുകൂടി ഇൻഫർമേഷൻസ് നൽകുക. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗിവ് അപ്പ് ചെയ്യാൻ പാടില്ല, വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. 7, ഫോളോ അപ്പ് ഓർ ഫീഡ്ബാക്ക്. സ്റ്റേ ഇൻ ടച്ച് ആഫ്റ്റർ ദ സെയിൽ ടു എൻഷുർ സാറ്റിസ്ഫാക്ഷൻ, മെയിൻറ്റെയിൻ ദ റിലേഷൻഷിപ്പ്. നമ്മൾ സെയിൽസ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, കസ്റ്റമറായിട്ടൊരു ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക. അവരുമായിട്ട് നമ്മളതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക, പ്രൊഡക്റ്റ് നന്നായിരുന്നോ, അതിൻ്റെ ഉപയോഗം, അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുക്കുക, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം നമുക്ക് റിട്ടേൺ കസ്റ്റമർ വരാൻ സാധ്യതയുണ്ട്. ഇമ്പോർട്ടൻസ്, റെഡ്യൂസ് പോസ്റ്റ് പർച്ചേസ് ഡിസൊണൻസ്. അതുപോലെ ബിൽഡ് ട്രസ്റ്റ് ആൻഡ് ലോയാലിറ്റി, ഹെൽപ്പ് ഇൻ റിപ്പീറ്റ് സെയിൽ ആൻഡ് റെഫറൽസ്, എൻകറേജ് കസ്റ്റമർ ടു ബിക്കം ബ്രാൻഡ് അംബാസിഡർ. ഫോളോ അപ്പ് ടിപ്സിൽ വരുന്നത് സോൾവ് കംപ്ലയിൻറ്റ് ക്വിക്കിൽ, എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ പെട്ടെന്ന് തന്നെ അത് നമ്മൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്രീഷിയേറ്റ് കസ്റ്റമർ, ബർത്ത്ഡേ വിഷസ്, താങ്ക് യു നോട്ട്സ് ഒക്കെ നൽകുക. കീ പ്രോമിസസ്, ബിക്കം എ ട്രസ്റ്റ് അഡ്വൈസർ, നോട്ട് ജസ്റ്റ് സെയിൽസ് പേഴ്സൺ. ഒരു സെയിൽസ് പേഴ്സൺ മാത്രമാകാൻ പാടില്ല, ഒരു ട്രസ്റ്റ് അഡ്വൈസറായിട്ട് മാറുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 8th ചാപ്റ്ററിനകത്തുള്ളത്. 9th ചാപ്റ്റർ സെയിൽ പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. നമ്മൾ സെയിൽ പ്രസൻറ്റേഷൻ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റിന് വെർബലോ വിഷ്വലോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട്സിന് നമ്മൾ സാധനം വാങ്ങുന്നതിന്, പ്രൊഡക്റ്റോ സർവീസസോ അവർ വാങ്ങുന്നതിന് വേണ്ടി നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു വിഷ്വൽ ഓർ വെർബൽ പ്രസൻറ്റേഷനെയാണ് പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ എന്ത് ചെയ്യും, അതിനകത്ത് പ്രൊഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെയാണ്
അതെങ്ങനെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഡെമോൺസ്ട്രേഷനിൽ ഉണ്ടാവുക. സെയിൽ പ്രസൻറ്റേഷനാൽ വെർബൽ ഓർ വിഷ്വൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഡെമോൺസ്ട്രേഷൻ ആ പ്രൊഡക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കും. It aims to create a low pressure two-way communication that align the product features with the customer needs. Essential of good sale presentation. Essential of good sale presentation എന്തൊക്കെയാണ്? Good sale presentation ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ വിസിബിൾ ആക്സസിബിൾ സ്പോട്ടിലായിട്ട് കാണുന്ന സ്ഥലത്തായിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പാക്കേജിങ്, നല്ല പാക്കേജിങ് ചെയ്ത് കഴിഞ്ഞാൽ സൈലൻറ്റ് സെയിൽസ്മാൻ ആണ് പാക്കേജിങ്ങിന് പറയുന്നത്. കാരണം അട്രാക്റ്റീവ് പാക്കേജിങ് എന്ത് ചെയ്യും, ബയറിനെ എന്ത് ചെയ്യും, അവരുടെ ലഭിക്കാൻ അറ്റൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രൊഡക്റ്റ് നോളജ്. സെയിൽസ് പേഴ്സൺ ഷുഡ് നോ അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ചും അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചും നന്നായിട്ട് അറിവുണ്ടായിരിക്കണം. നോ നെഗറ്റീവ് കമ്പാരിസൺ. അവോയ്ഡ് ക്രിറ്റിസൈസിങ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കുക. കസ്റ്റമർ പ്രസൻറ്റേഷൻ. ഷോ ലിമിറ്റഡ് ബട്ട് റെലവൻറ്റ് ഓപ്ഷൻ ടൈലർഡ് ടു ബയേഴ്സ് നീഡ്സ്. സ്റ്റെപ്സ് ഇൻ സെയിൽ പ്രസൻറ്റേഷൻ ഡെമോൺസ്ട്രേഷൻ എന്തൊക്കെയാണ്? ഐഡ മോഡലിൽ വരുന്ന അട്രാക്റ്റ് അറ്റൻഷൻ, യൂസ് വിഷ്വൽ, അരോമ, ലൈറ്റ്നിങ്, സൗണ്ട് ആൻഡ് ഡെക്കർ ടു അപ്പീൽ ടു ഓൾ സെൻസ്. നമ്മൾ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എല്ലാ ലൈറ്റ്നിങ്ങും സൗണ്ട്സും ഡെക്കറും ഒക്കെ യൂസ് ചെയ്യുക. ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഷെയർ ഡീറ്റെയിൽ നോളജ് ആൻഡ് ഹൈലൈറ്റ് യൂണീക്ക് ഫീച്ചേഴ്സ് ആൻഡ് ഓഫേഴ്സും. അതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നൽകി അതിൻ്റെ യൂണീക്ക് ഫീച്ചേഴ്സും ഓഫേഴ്സും ഒക്കെ നൽകിക്കൊണ്ട് അവിടെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അറോസ് ഡിസയർ, ഷോ ഇമോഷണൽ ബെനിഫിറ്റ് ആൻഡ് ഹൗ പ്രൊഡക്റ്റ് ഫുൾഫിൽ കസ്റ്റമർ നീഡ്സ് എന്നുള്ളത് അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ബിൽഡ് കൺവിക്ഷൻ, ക്ലിയർ ഒബ്ജെക്ഷൻസ്, ഗീവ് ഗ്യാരണ്ടീസ്, പ്രൊവൈഡ് റെഫറൻസ് ആൻഡ് ഓഫർ ഡിസ്കൗണ്ട്സ്. ഇത്രയും നൽകുക. ഇത്രയാണ് ഐഡ മോഡലിൽ വരുന്ന സെയിൽ പ്രസൻറ്റേഷൻ ഡെമോൺസ്ട്രേഷൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ടൂൾ ആൻഡ് ടെക്നിക്സ്. ട്രഡീഷണൽ ടൂൾ എന്ന് പറഞ്ഞാൽ ബ്രോഷർ, പാംലെറ്റ്, ചാർട്ട്സ്, വീഡിയോ, ഫോൺ കോളൊക്കെ ആയിരുന്നു. എന്നാൽ മോഡേണിൽ വരുന്ന എന്തൊക്കെയാണ്? പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാവും, വീഡിയോ കോൺഫറൻസിങ് ഉണ്ടാവും, ഡിജിറ്റൽ ഇൻട്രാക്ടിവിറ്റി ഉണ്ടാവും, ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ, മൊബൈൽ ആപ്സ്, 3D പ്രൊഡക്റ്റ് വ്യൂസ്, കസ്റ്റമൈസ്ഡ് ഇമെയിൽ, ആർഗ്യുമെൻറ്റ്, റീറ്റെയിൽ ഡെമോസ്. ഇതൊക്കെയാണ് മോഡേൺ പ്രസൻറ്റേഷൻ വരുന്നത്. ടൈപ്പ് ഓഫ് സെയിൽസ് പ്രസൻറ്റേഷൻ എന്തൊക്കെയാണ്? കാൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ് ബൈ ദ കമ്പനി നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള, യൂസ്ഫുൾ ഫോർ ന്യൂ സെയിൽസ് പേഴ്സൺ ഓർ റിപ്പീറ്റേറ്റീവ് പ്രസൻറ്റേഷൻസ്. പുതിയ സെയിൽസ് പേഴ്സൺ അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവായിട്ടുള്ള പ്രസൻറ്റേഷനെ യൂസ് ചെയ്യുന്നതാണ് കാൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. വീക്ക് ഇൻ ഇൻട്രാക്ഷൻസ് ഉണ്ടാവില്ല. ഓർഗനൈസ്ഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സെയിൽസ് പേഴ്സൺ അഡാപ്റ്റ് പ്രസൻറ്റേഷൻ ബേസ്ഡ് ഓൺ ഗൈഡ് ലൈൻ ആൻഡ് കസ്റ്റമർ റെസ്പോൺസും ഗൈഡ് ലൈനും അനുസരിച്ചിട്ട് സെയിൽസ് പേഴ്സൺ നേരത്തെ തന്നെ പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ടാകും. ടൈലർഡ് പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഫോർ സ്പെസിഫിക് ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ആയിരിക്കും. മോസ്റ്റ്ലി B2B സെയിൽസ്, യൂസ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെയിൽസ് പീപ്പിൾ ആയിരിക്കും ഇവിടെ ഈ തരത്തിലുള്ള പ്രസൻറ്റേഷൻ നടത്തുക. ടൈപ്പ് ഓഫ് പ്രോസ്പെക്ട്സ് ആൻഡ് സ്ട്രാറ്റജീസ്. സ്കെപ്റ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ പ്രസൻറ്റേഷൻ ബ്രീഫ്, ഡോണ്ട് ഓവർലോഡ്. നമ്മൾ അത്തരത്തിലുള്ള പ്രോസ്പെക്ട്സിൻ്റെ അടുത്ത് പ്രസൻറ്റേഷൻ ബ്രീഫായിട്ട് നൽകുക, ഒരുപാടൊന്നും വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ആസ്ക് മോർ ക്വസ്റ്റ്യൻ ടു അണ്ടർസ്റ്റാൻഡ് നീഡ്സ്. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരുടെ നീഡ്സ് മനസ്സിലാക്കുക. ഒപ്പീനിയനേറ്റഡ് എന്ന് പറഞ്ഞാൽ ലിസൺ, എഗ്രി ആൻഡ് പാമ്പർ ദെയർ ഈഗോ. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർ പറയുന്നതിനോട് നമ്മൾ എഗ്രി ചെയ്യുക, അവരെ ഈഗോനെ നമ്മൾ പാമ്പർ ചെയ്തെടുക്കുക, അവരെ എന്ത് ചെയ്യുക, പ്രോസ്പെക്ട്സ് കസ്റ്റമറാക്കി മാറ്റുന്നതിൽ ഉറപ്പ് വരുത്തുക. കരസ്റ്റിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസ് അർജൻസി ആൻഡ് ബെനിഫിറ്റ്സ്. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ആൻഡ് ഫോക്കസ്ഡ് പ്രസൻറ്റേഷൻ ആയിരിക്കണം. മെത്തോഡിക്കൽ എന്ന് പറഞ്ഞാൽ സ്ലോ, ഡീറ്റെയിൽ, ലോജിക്കൽ പ്രസൻറ്റേഷൻ ആയിരിക്കും. ടൈംഡ് ആൻഡ് ക്വാഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻറ്റിൽ, സ്ട്രൈറ്റ് ഫോർവേഡ്, മിനിമൽ ആൻഡ് ഷോമാൻഷിപ്പ് ആയിരിക്കും. ടോക്റ്റീവ് എന്ന് പറഞ്ഞാൽ കീപ് ഫോക്കസ്, റിട്ടേൺ ടു സെയിൽ പോയിന്റ് പൊളൈറ്റ്ലി. ചിപ്പ് ഓൺ ഷോൾഡർ എന്ന് റെസ്പെക്ട്ഫുൾ ആൻഡ് സിൻസിയർ, അവോയ്ഡ് കോൺഫ്ലിക്റ്റ്. നമ്മൾ റെസ്പെക്ട്ഫുൾ, സിൻസിയർ ആയിരിക്കുക, കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യുക കസ്റ്റമറായിട്ട്. സെയിൽ പ്രസൻറ്റേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6.
സ്റ്റിമുലസ് റെസ്പോൺസ് സ്ട്രാറ്റജി, പിന്നീട് കൺസൾട്ടേറ്റീവ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി, നീഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ സ്ട്രാറ്റജി. സ്റ്റിമുലസ് റെസ്പോൺസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സ്റ്റിമുലൈ ടു ഗെറ്റ് ഡിസൈർഡ് റെസ്പോൺസ് ഫ്രം ബയറിൻ്റെ അടുത്ത് നമ്മൾക്ക് ഒരു അവരെ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്ന രീതിയിലുള്ളൊരു തരത്തിലുള്ള പ്രസൻറ്റേഷൻ നൽകുക. അതുപോലെ കൺസൾട്ടീവ് ഓർ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ക്ലയൻറ്റ്സ് ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ നമ്മൾ പ്രപ്പോസ് ചെയ്യുക. നീഡ് ഐഡൻറ്റിഫിക്കേഷൻ സാറ്റിസ്ഫാക്ഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഡിസ്കവർ സൈക്കോളജിക്കൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ നീഡ്സ് ബിഫോർ പിച്ചിങ്. നമ്മൾ കസ്റ്റമറിന് പിച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരുടെ സൈക്കോളജിക്കൽ ലൈഫ് സ്റ്റൈൽ നീഡ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഐഡ സ്ട്രാറ്റജി നമ്മൾ നേരത്തെ പറഞ്ഞു, അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ സ്റ്റെപ്പ്. ഇനി പ്രൊഫഷണൽ സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ടീം ബേസ്ഡ് പ്രസൻറ്റേഷൻ ഫോർ കോർപ്പറേറ്റ് ഓർ ഗവൺമെൻറ് ക്ലയൻറ്റ്. കോർപ്പറേറ്റ് ഓർ ഗവൺമെൻറ് ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള ടീം ബേസ്ഡ് പ്രസൻറ്റേഷൻ ആയിരിക്കും. ഡെപ്ത് സെല്ലിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബ്ലെൻഡ് ഓൾ എബോവ് സ്ട്രാറ്റജി ഫോർ മാക്സിമം ഇമ്പാക്റ്റ് യൂസ്ഡ് ബൈ ടോപ്പ് സെയിൽസ് പീപ്പിൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് ഡെപ്ത് സെല്ലിംഗ് സ്ട്രാറ്റജി. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്ട്രാറ്റജീസിൻ്റെയും ഒരു മിക്സ്ഡ് ആയിരിക്കും. ഒരു കേസ് സ്റ്റഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. യുറേക്ക ഫോർബസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ അവിടെ ഫൗണ്ടഡ് ഇൻ 1982. നോ ഡയറക്റ്റ് സെല്ലിംഗ് ഓഫ് അക്വാഗാർഡ് വാട്ടർ പ്യൂരിഫയർ വിൽക്കുന്ന കമ്പനിയുടെ ഒരു കേസ് സ്റ്റഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് സെയിൽസ് പ്രോസസ്സ് എങ്ങനെയാണ് അവർ നടത്തിയിട്ടുള്ളതെന്ന്, പ്രോസ്പെക്റ്റിംഗ് അതിൻ്റെ ഓരോ സ്റ്റേജസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പ്രോസ്പെക്റ്റിംഗ് ക്വാളിഫൈ ചെയ്ത് എങ്ങനെയാണ്, ഐഡൻറ്റിഫൈ ഹൗസ് ഹോൾഡ് ആൻഡ് ഓക്സ് നീഡിങ് പ്യൂരിഫയർ ആവശ്യമായിട്ടുള്ള ഹൗസ് ഹോൾഡ്സിനെ കണ്ടെത്തി. എൻഷുർ ദേ ഹാവ് ബഡ്ജറ്റ് ആൻഡ് അതോറിറ്റി ടു പർച്ചേസ്. അവർ ഉറപ്പ് വരുത്തി എന്ത് ചെയ്തു, അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തി. പ്രീ അപ്രോച്ച് തന്നെ വരുന്ന എന്താണ്, പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്തു, കമ്പനി, മാർക്കറ്റ്, കോമ്പറ്റീറ്റേഴ്സിനൊക്കെ മനസ്സിലാക്കി, പ്ലാൻ, ഒബ്ജക്റ്റീവ് ആൻഡ് സെയിൽ പിച്ച് അക്കോർഡിംഗ്ലി. ഫസ്റ്റ് മീറ്റിംഗ് നടത്തി, ഗെയിൻ ട്രസ്റ്റ് പ്ലസ് ഫൈൻഡ് നീഡ്സും. പിന്നീട് അവർ നടത്തിയത് പ്രസൻറ്റേഷൻ ഡെമോൺസ്ട്രേഷൻ. ഇത്രയും കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തു, പ്രസൻറ്റേഷനും ഡെമോൺസ്ട്രേഷൻ നടത്തും. എക്സ്പ്ലെയിൻ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ക്ലിയർലി വിത്ത് ബ്രോഷേഴ്സ് ആൻഡ് ബ്രോഷേഴ്സും ചാർട്ട്സും വെച്ചിട്ട് അതിൻ്റെ പ്യൂരിഫയറിൻ്റെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തു. ലിങ്ക് ഫീച്ചേഴ്സ് ടു കസ്റ്റമർ നീഡ്സ്, ഹാൻഡിൽ ഒബ്ജെക്ഷൻസ് ഡ്യൂറിങ് ദ ഡെമോ ഇറ്റ് സെൽഫ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഹാൻഡ്ലിങ് ഒബ്ജെക്ഷൻസ്, ക്ലോസിംഗ് സെയിൽ, ഫോളോ അപ്പ് ആൻഡ് മെയിൻ്റെനൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അക്വാഗാർഡ് എന്ന വാട്ടർ പ്യൂരിഫയർ വിൽക്കുന്നതിന് സമയത്ത് നടത്തിയിട്ടുള്ള സെയിൽസ് പ്രോസസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി യൂണിറ്റ് 10 കൺക്ലൂഡിങ് സെയിൽ. നമ്മൾ സെയിൽ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. കൺക്ലൂഡിങ് ദ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റെപ്പ് സെയിൽ ആഫ്റ്റർ ഡെമോൺസ്ട്രേഷൻ, ഒബ്ജെക്ഷൻ, ഹാൻഡ്ലിങ്. നമ്മുടെ ഡെമോൺസ്ട്രേഷൻ, ഒബ്ജെക്ഷൻ, ഹാൻഡ്ലിങ്ങിന് ശേഷമുള്ള സെയിൽസിന് ശേഷം നമ്മുടെ സെയിൽസിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ് നമ്മുടെ ഡെമോൺസ്ട്രേഷൻ, ഒബ്ജെക്ഷൻ, ഹാൻഡ്ലിങ്ങിന് ശേഷമുള്ള സ്റ്റെപ്പാണ് കൺക്ലൂഡിങ് ദ സെയിൽ എന്ന് പറയുന്നത്. എഫക്റ്റീവ് ക്ലോസിംഗ് ഷോസ് ദ സെയിൽസ് പേഴ്സൺസ് എഫിഷ്യൻസി. നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ക്ലോസിംഗ് എന്താണ് കാണിക്കുന്നത്, സെയിൽസ് പേഴ്സൻ്റെ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. നമുക്ക് എല്ലായ്പ്പോഴും പ്രഡിക്റ്റബിൾ അല്ല നമ്മുടെ ക്ലോസിംഗ് സെയിൽ എങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ സെയിൽ നടക്കാം, അൺഎക്സ്പെക്റ്റഡ്ലി ചിലപ്പം സെയിൽസ് നടന്നേക്കാം, ചിലപ്പം സെയിൽ എന്തെങ്കിലും ഫെയിൽ ചെയ്തേക്കാം. ക്ലോസിംഗ് ക്യൂസ് എന്ന് പറയുന്നത് സെയിൽസ് പേഴ്സൺ ഷുഡ് ഒബ്സർവ് വെർബൽ ആൻഡ് നോൺ വെർബൽ സൈൻ ഫ്രം ദ പ്രോസ്പെക്ട്സ് ഇൻഡിക്കേറ്റിംഗ് റെഡിനെസ് ടു ബൈ. സെയിൽസ് പേഴ്സൺ എന്ത് ചെയ്യണം, വെർബൽ ആൻഡ് നോൺ വെർബൽ സൈൻസ്, നമ്മൾ പ്രോസ്പെക്ട്സിൻ്റെ എടുക്കുന്നുള്ള വെർബൽ ആൻഡ് നോൺ വെർബൽ സൈൻസ് ഒബ്സർവ് ചെയ്യുക. അത് അയാൾ വാങ്ങാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പ്രോസ്പെക്ട്സ് ഹാൻഡിൽ ഓർ ടെസ്റ്റ് ദ പ്രൊഡക്റ്റ്. പ്രോസ്പെക്ട്സിന് പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യാൻ നൽകുക. ആസ്ക് അബൌട്ട് ദ പ്രൈസ്, ഡെലിവറി, ഇൻസ്റ്റാളേഷൻ. പ്രൈസിനെ കുറിച്ച് ചോദിക്കുക, ഡെലിവറിയെക്കുറിച്ച് ചോദിക്കുക, ഇൻസ്റ്റാളേഷനെ കുറിച്ച് ചോദിക്കുക. ഷോ അഡ്മിറേഷൻ ഓർ ആസ്ക് ഫോർ ദ ഓർഡർ ഫോം. അതുപോലെ ഡിസ്പ്ലേസ് റിലാക്സ്ഡ് ബോഡി ലാംഗ്വേജ് ഓർ സ്റ്റാർട്ട് സ്മോൾ ടോക്സ്. എന്ത് ചെയ്യുക, നമ്മൾ റിലാക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ അവരോട് നല്ല രീതിയിൽ നമ്മൾ പെരുമാറാം. എൻക്വയറി അബൌട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ. നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് വേണ്ടത്, കാർഡാണോ ക്യാഷ് ആണോ എന്നൊക്കെ ചോദിക്കുക. സോഷ്യൽ വാലിഡേഷൻ, ഹു എൽസ് യൂസിങ് ദ പ്രൊഡക്റ്റ് എന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരെങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാം, പ്രോസ്പെക്റ്റിനെ ബയ്യറാക്കി മാറ്റാൻ നോക്കാം.
ട്രയൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ടെസ്റ്റ് ബയേഴ്സ് റെഡിനെസ് ബിഫോർ ആക്ച്വൽ ക്ലോസ്. നമ്മൾ ആക്ച്വൽ ക്ലോസിന് മുമ്പ് നമ്മുടെ ബയർ സാധനം വാങ്ങാൻ തയ്യാറാണോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്ന സ്റ്റേജാണ് ട്രയൽ ക്ലോസ് എന്ന് പറയുന്നത്. ഷുഡ് ബി യൂസ്ഡ് മൾട്ടിപ്പിൾ ടൈംസ്, അറ്റ്ലീസ്റ്റ് 5. നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു 5 തവണയെങ്കിലും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സെയിൽസ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ്. ഹെൽപ്പ് അസസ് ഇൻട്രസ്റ്റ്, സാറ്റിസ്ഫാക്ഷൻ വിത്ത് പ്രോഡക്റ്റ്, റിമെയിൻ ക്വസ്റ്റ്യൻ. നമ്മൾ അവരുടെ ഇൻട്രസ്റ്റ് കണ്ടെത്താൻ ശ്രമിക്കാം. സാറ്റിസ്ഫാക്ഷൻ വിത്ത് പ്രൊഡക്റ്റ്, അതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. വിച്ച് ബ്രാൻഡ് യു പ്രിഫർ, ഏത് ബ്രാൻഡാണ് വേണ്ടത്, സോണിയാണോ അല്ല, വുഡ് യു ലൈക്ക് ടു ബൈ എക്സ്റ്റെൻഡഡ് വാറൻറ്റി വേണോ, എക്സ്റ്റെൻഡഡ് വാറൻറ്റി വേണോ, വിൽ യു പേ ഇൻ ഫുൾ ഓർ ഇൻസ്റ്റാൾമെൻറ്റ്, നിങ്ങൾ ഫുള്ളായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമല്ലോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് ഒന്നുകൂടെ നമ്മൾക്ക് അവർ സാധനം വാങ്ങുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത്, ഒന്നുകൂടെ അവരുടെ റെഡിനെസ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റേജിൽ. ഇനി സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോയ്സ് ക്ലോസ്, ആസ്ക് കസ്റ്റമർ ടു ചൂസ് ബിറ്റ്വീൻ 2 ഓപ്ഷൻ. മൈനർ പോയിന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ കൺഫേം മൈനർ ഡിസിഷൻ ടു ലീഡ് മേജർ വൺ. കളറ്, പേയ്മെൻറ്റ് മോഡ് അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിട്ട് അവരുടെ നമ്മൾ സെയിൽ ക്ലോസ് ചെയ്യാൻ നോക്കാം. അസംപ്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ആക്ട് ആസ് ഇഫ് ദ പ്രോസ്പെക്റ്റ് ഹാസ് ഓൾറെഡി ഡിസൈഡ്. നമ്മൾ നമ്മളെ പ്രോസ്പെക്റ്റ് ഓൾറെഡി സാധനം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന നിലയിൽ നമ്മൾ അത്തരത്തിൽ നമ്മൾ ആക്ട് ചെയ്യാം. ലൈക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഓൾറെഡി റാപ്പ് ചെയ്യാൻ നോക്കാം. നമ്മൾ കാർഡ് മെഷീനൊക്കെ പുറത്തെടുത്തിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുക. അപ്പം അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്തു എന്ന നിലയിൽ നമ്മൾ ആക്ട് ചെയ്യാം. സ്റ്റിമുലസ് റെസ്പോൺസ് ക്ലോസ് എന്ന് പറഞ്ഞാൽ യൂസ് പെർസ്യൂസീവ് സ്റ്റേറ്റ്മെൻറ്റ് ടു ട്രിഗർ ഫേവറബിൾ റിയാക്ഷൻ, മോർ എഫക്റ്റീവ് ആൻഡ് ഫോർ ന്യൂ സെയിൽസ് പേഴ്സൺ. സമ്മറി ക്ലോസ് അങ്ങനെ ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡിങ് റൂം ഓൺലി ക്ലോസ്, സ്പെഷ്യൽ ഡീൽ ക്ലോസ്, സക്സസ് സ്റ്റോറി ക്ലോസ്. ഇനി ക്ലോസിങ് ദ സെയിൽ ഈസ് നോട്ട് ദ എൻഡ്. ക്ലോസിങ് ദ സെയിൽ എന്ന് പറയുന്നത് എന്തെന്നല്ല, അതിൻ്റെ സെയിൽസിൻ്റെ അവസാനമല്ല. പോസ്റ്റ് സെയിൽ ഫോളോ അപ്പ് ഈസ് എസെൻഷ്യൽ. നമ്മൾ സെയിൽസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം, ഫീഡ്ബാക്ക് എടുക്കണം. ബയേഴ്സിൻ്റെ ആങ്സൈറ്റി കുറക്കുന്നതിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പ്രിവെൻറ്റ് നെഗറ്റീവ് വേർഡ് ഓഫ് മൗത്ത്, അതുപോലെ ബിൽഡ് റിലേഷൻഷിപ്പ്, മാർക്കറ്റിംഗ് ആൻഡ് ലോയാലിറ്റി, മേക്ക് ക്രോസ് സെല്ലിംഗ് ഓർ റിപ്പീറ്റ് സെല്ലിംഗ് ഈസിയർ. പിന്നെ കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്. ഏഷ്യൻ പെയിൻറ്റ് എങ്ങനെയാണ് സെയിൽ ക്ലോസ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ. പ്രോസ്പെക്റ്റിംഗ് സെയിൽ മാനേജർ യൂസ് ഡാറ്റാബേസ് ആൻഡ് ചാർട്ട് ലോക്കൽ ഡീലേഴ്സ് നിന്ന് എന്ത് ചെയ്തു, സെയിൽസ് മാനേജർ എന്ത് ചെയ്തു, ഡാറ്റാസൊക്കെ കളക്ട് ചെയ്തു. ക്വാളിഫൈങ് ഇവാലുവേറ്റ് പൊട്ടൻഷ്യൽ ഡീലേഴ്സ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഇമ്പാക്റ്റ്. പൊട്ടൻഷ്യൽ ഡീലേഴ്സിനെ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇമ്പാക്റ്റ് അനുസരിച്ചിട്ട് കണ്ടെത്തി. നീഡ് ഐഡൻറ്റിഫിക്കേഷൻ, അണ്ടർസ്റ്റാൻഡ് ഷോപ്സ് നീഡ്സ്, ട്രസ്റ്റ്, ബ്രാൻഡ് ഇമേജ് എക്സ്പാൻഷൻ, ഡെമോൺസ്ട്രേഷൻ നടത്തി. ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്, അഡ്രസ് കൺസേൺ, സ്റ്റോക്ക്, നോ ക്രെഡിറ്റ്, കോമ്പറ്റീഷൻ, സർവീസസ് മുതലായവ. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു, ഹാൻഡിൽ ചെയ്തു. ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസിൽ വന്നു. ക്ലോസിംഗ് ബിൽ, ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്ട്സ്, എൻഷുർ ഇൻട്രസ്റ്റ് ഓഫ് ഡീലേഴ്സ്, എൻഡ് കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, ഇൻവോൾവ് മൾട്ടിപ്പിൾ ഡിസിഷൻ മേക്ക് ലൈക്ക് പെയിൻറ്റേഴ്സ്, ഡിസൈനേഴ്സ്, ഫാമിലീസ്, അങ്ങനെയൊക്കെ കൊണ്ടുവന്നു. അപ്പം ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കേസ് സ്റ്റഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഈ ബ്ലോക്കിനകത്ത് പഠിക്കാനുള്ളത്.